തിരുവനന്തപുരം കൈമനത്ത് പറമ്പിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ സ്ത്രീയെ തിരിച്ചറിഞ്ഞു. കരിമം സ്വദേശിയായ ഷീജയാണ് മരിച്ചത്. ബന്ധു സ്ഥലത്തെത്തി മൃതദേഹം തിരിച്ചറിയായിരുന്നു. മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് ബന്ധുവായ അനിൽ ആരോപിച്ചു. ഷീജയുമായി അടുപ്പത്തിലായിരുന്ന സുഹൃത്ത് സജികുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. AK സ്റ്റെഫിൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കരിമം സ്വദേശിയായിട്ടുള്ള ഷീജ 50 വയസ്സുകാരിയാണ്. മൃതദേഹം അവരുടേതാണെന്ന് ബന്ധു അനിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവിടേക്ക് എത്താനുള്ള കാരണമായി ബന്ധു പറയുന്നത് ഈ ഷീജയും തൊട്ട് സമീപത്ത് ഈ വീടിന് തൊട്ടപ്പുറത്തേക്ക് താമസിക്കുന്ന സജികുമാറുമായി അടുപ്പമുണ്ടായിരുന്നു. ഏറെ നാൾ അവർ ഒന്നിച്ചായിരുന്നു താമസിച്ചിരുന്നത്. ആ ബന്ധത്തെ തുടർന്നാണ് ഇങ്ങോട്ടേക്ക് എത്തിയത് എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ അമ്മയുടെ അനുജത്തിൻ്റെ മോളാണ്. പുള്ളി ഇവരുമായിട്ട് ഏതാണ്ട് ഒരു 2-3 വർഷത്തെ ബന്ധമുണ്ട്. ഈ സജി എന്ന് പറയുന്നത് ഇവിടെ താമസിക്കുന്ന ഒരു കക്ഷിയാണ്. പുള്ളിയാണെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലമൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഇതിന് മുമ്പ് 2-3 പ്രാവശ്യം ഞാനായിട്ട് തന്നെയാണ് ഇവളോട് പറഞ്ഞത്, ഈ ഇങ്ങനത്തെ ബന്ധം വേണ്ട, ഇത് ശരിയാവില്ല, നിനക്കത് ചേർന്നതല്ല എന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം പുള്ളിക്കാരി ഞാനുമായിട്ട് പിന്നെ മിണ്ടാറൊന്നുമില്ല. എങ്ങനെ ഇവിടെ ഷീജ എത്തി എന്നത് സംബന്ധിച്ച് ഒരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ഇറങ്ങിയത് തീയും ആ വാഴയുടെ ഇടയിൽ കൂടെ പടന്ന് കത്തണ് 2 വിളിയും കേട്ട് 2 വിളിയേ കേട്ടുള്ളു. പിന്നെ ഞാൻ അപ്പം മോൻ്റെ അടുത്ത് പറഞ്ഞ് ഇവിടെ അവിടെ ഒരു വിളിയും കേൾക്കണം, തീയും കത്തണം എന്ന് പറഞ്ഞു. ഇവരിട്ട് അവിടെ ചെന്നപ്പോൾ ഗേറ്റ് പൂട്ടിയിരിക്കും. പിന്നെ അവരെ വിളിച്ച് ഗേറ്റ് തുറന്ന് ഇവനും വഴി അപ്പുറത്തെ സാറിനെയും കൂടെ വിളിച്ചിട്ടുണ്ട് നോക്കാൻ പോയി. സാറ് പറഞ്ഞ് അത് ഒരാളുകളുടെ ബന്ധു കിടക്കുകയാണ് എന്ന് പറഞ്ഞു. ഈ കാണുന്ന ചെറിയ നടവഴിയിലൂടെയാണ് മൃതദേഹം കണ്ടെത്തിയ ആ പുരയിടത്തിലേക്ക് പോകേണ്ടത്. ഇതുപോലെ തന്നെ ഒരു വഴി അപ്പുറത്തുമുണ്ട്. അങ്ങനെ 2 വഴിയിലൂടെ ആ പുരയിടത്തിലേക്ക് വരാം. ഏത് വഴിയിലൂടെയാണ് ഈ സ്ത്രീ ഇങ്ങോട്ടേക്ക് എത്തിയത് എന്നത് സംബന്ധിച്ചുള്ള പോലീസ് അന്വേഷണം തുടരുകയാണ്. CCTV ദൃശ്യങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആ തരത്തിലുള്ള അന്വേഷണം പുരോഗമിക്കുന്നത്. പോലീസ് വളരെ കഷ്ടമായ നിലപാടെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി 10 മണിക്ക് സംഭവം അറിഞ്ഞുകൊണ്ടേ തന്നെ പോലീസ് സംഭവ സ്ഥലത്തെത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ കോളേജിന് സമീപത്തുള്ളൊരു കടയിലെ ജീവനക്കാരിയാണ് ഷീജ. അവിടെ ഹോസ്റ്റലിലാണ് താമസിച്ചു വന്നിരുന്നത്. ഇങ്ങോട്ടേക്ക് എത്താനുണ്ടായ കാരണം ഈ സജികുമാറുമായി ബന്ധിപ്പിക്കുന്ന എന്തെങ്കിലും ഈ മരണവുമായി ബന്ധപ്പെട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി പോലീസിന് ഏതായാലും അറിയേണ്ടത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഒപ്പം തന്നെ ഈ സജികുമാറിൻ്റെ പശ്ചാത്തലം കേന്ദ്രീകരിച്ച് ഈ കുടുംബം പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ അതെല്ലാമാണ് ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണത്തിൽ ഉള്ളത്. MS സുഹിത്തിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.